Hello everyone. UGC NET Paper 2 Research Methodology and Statistics എന്ന യൂണിറ്റിലെ സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So here the question is that a psychologist was interested to conduct a study on gamblers. Identifying the gamblers even with the help of police is a challenging task. Which of the following sampling technique will be more appropriate to take up the study? Option A, quota sampling. Option B, cluster sampling. Option C, snowball sampling. And option D, stratified sampling. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട സാമ്പിൾസ് എന്ന് പറയുന്നത് ഗാംബ്ലേഴ്സ് ആണ്. ബട്ട് അവിടെ അങ്ങനെ ഒരു സാമ്പിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് അവർക്കൊരു ചലഞ്ചിങ് ടാസ്ക് ആണ്. സോ ഈ ഒരു കേസിൽ ഇവിടെ തന്നിരിക്കുന്ന ഏത് സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്താലാണ് അവർക്ക് ആ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സ്നോബോൾ സാമ്പിളിംഗ്. സോ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്. ആൻഡ് മെയിൻലി ഈ ഒരു സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഏതൊരു കേസിലാണെന്ന് വെച്ചാൽ ഇപ്പം റിസർച്ച് ചെയ്യുന്ന ആ ഒരു അവരുടെ ആ ഒരു പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് അവർക്കൊരു ഡിഫിക്കൽട്ട് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോപ്പുലേഷനെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അവർക്കൊരു ഡിഫിക്കൽട്ടി ഉള്ള ഒരു കേസിലൊക്കെയാണ് നമ്മൾ യൂഷ്വലി സ്നോബോൾ സാമ്പിളിംഗ് എന്നുള്ളൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിളിൻ്റെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഗാംബ്ലേഴ്സ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. സോ ഇങ്ങനെയുള്ള കേസസിൽ യൂസ് ചെയ്യുന്നതാണ് ഈ സ്നോബോൾ സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പാർട്ടിസിപ്പൻസിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു പ്രീഡിഫൈൻഡ് ലിസ്റ്റിൻ്റെ ബേസിൽ സെലക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ സ്നോബോൾ സാമ്പിളിംഗിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻസ്, ആ ഒരു സ്റ്റഡിയിലുള്ള എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യും, നെക്സ്റ്റ് എഡീഷണൽ പാർട്ടിസിപ്പൻസിനെ റിക്രൂട്ട് ചെയ്യുക, അവരെ റെഫർ ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയറാണ് ഈ ഒരു സാമ്പിളിംഗ് ടെക്നിക്കിൽ നടക്കുന്നത്. സോ ഓൺ ദി ബേസിസ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സ്നോബോൾ സാമ്പിളിംഗ്.